ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എങ്ങനെയുണ്ട്? മഴയും തണുപ്പും ഒക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ഒരു മന്ദഗതി നീങ്ങുന്നു അല്ലേ? നമുക്ക് ആർക്കും തിരക്കേറിയ ജീവിതമായി പോയി എല്ലാവർക്കും ക്ലാസ് കാണാനും വീഡിയോ കാണാനും അതനുസരിച്ച് നമുക്കൊന്ന് സംസാരിക്കാൻ ശ്രമിക്കാനൊന്നും എല്ലാവർക്കും സാധിക്കുന്നില്ല അല്ലേ? ശരിയാ, ഓക്കെ, എനിക്കതറിയാം. നമുക്ക് എല്ലാവർക്കും അതിനു വേണ്ടി അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു ക്ലാസ് ആക്കിയത്. പക്ഷേ കുറച്ച് പേര് ഈ ഇംഗ്ലീഷ് അത്യാവശ്യമായി പഠിക്കേണ്ടവരുണ്ട്. അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് സെന്റൻസുകൾ ഒന്ന് ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ക്ലാസ് എടുക്കുകയാണ്. ഇത് കണ്ട് എന്തെങ്കിലും ഇത് ഗുണമുണ്ടെന്നുള്ളവർ ഇത് കാണാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇത് ഈ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എടുക്കുന്നു. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഓരോരുത്തർക്കും ഇത് ഉപയോഗപ്രദമാകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. കം ഓൺ. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് തന്നെ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ദിസ് വിൽ help you to study it. ഇത് ഇതിന്റെ മലയാളം. This will help you to study it. This will help. This means ഇതിന്റെ ഓരോന്നിന്റെ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അത് എങ്ങനെയാണ്? സ്റ്റഡി ഇറ്റ്. അത് ഇത് രണ്ടും ഇത് വേണ്ട. അത് പഠിക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. അത് പഠിക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. ദിസ് വിൽ ഹെൽപ്പ് യു ടു സ്റ്റഡി ഇറ്റ് ഓർ ലേൺ ഇറ്റ്. ഏത് വാക്ക് വേണേ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇതുപോലെ തന്നെ പഠിച്ച് ഇത് കാണാതെ പഠിക്കുകയല്ല ചെയ്യണ്ടേ. ദിസ് വിൽ ഹെൽപ്പ് യു ടു റൈറ്റ് ഇറ്റ്, അല്ലെങ്കിൽ ദിസ് വിൽ ഹെൽപ്പ് യു ടു ടേക്ക് ഇറ്റ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ വെർബ് മാറ്റി നമുക്ക് പറയാവുന്നതാണ്. ദിസ് വിൽ ഹെൽപ്പ് യു, ഇത് നിങ്ങളെ സഹായിക്കും എന്ന വാക്ക് ചേർത്ത് നമ്മൾ എന്താണോ നമുക്ക് പറയേണ്ടത് അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയുകയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ഒരാളിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് പറയാം. നമ്മൾ പരസ്പരം സഹായിക്കണം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? നമ്മൾ പരസ്പരം സഹായിക്കണമെന്ന്. അത് നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന് ഞാൻ പറയുകയാണ്. യു ഷുഡ് ഹെൽപ്പ് ഈച്ച് അതർ. യു ഷുഡ് ഹെൽപ്പ് ഈച്ച് അതർ എന്ന് പറഞ്ഞാലോ, നിങ്ങൾ പരസ്പരം സഹായിക്കണം. നിങ്ങൾ പരസ്പരം സഹായിക്കണം. യു ഷുഡ് ഹെൽപ്പ് ഈച്ച് അതർ. നെക്സ്റ്റ് നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കണം. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ എന്ന്. എന്നാല് അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിച്ചാലോ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ? സഹായിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്നാണെങ്കിലോ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ? അതെങ്ങനെയാ ചോദിക്കുന്നത്? വൺസ് അഗൈൻ ട്രൈ ടു സേ ദാറ്റ്. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കണം. ഈ ക്യാനിന്റെ സ്ഥാനത്ത് തന്നെ വരും. ഓക്കെ, വിൽ യു ഹെൽപ്പ് മീ? വിൽ യു ഹെൽപ്പ് മീ എന്ന് ചോദിച്ചാലോ, നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്നാകും. നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന്. ഇതിന്റെ ഈ അർത്ഥവ്യത്യാസം മനസ്സിലാക്കി വേണം കേട്ടോ സംസാരിക്കാന്. നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്നാകും. ക്യാൻ യു ഹെൽപ്പ് മീ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ? വിൽ യു ഹെൽപ്പ് മീ? നിങ്ങൾ എന്നെ സഹായിക്കുമോ? അന്നേരം നേരെ തിരിച്ചിവിടെ മേ ആണെങ്കിലോ,
മേ യു ഹെൽപ്പ് മീ ആണെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കാമോ എന്നാകും. ഈ പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഇത് ഒരെണ്ണമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ അർത്ഥവ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയാണ്. അല്ലാതെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്കത് ബൈ ഹാർട്ട് മനസ്സിൽ അത് ഉറപ്പിച്ച് വെക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അന്നേരം ഒരെണ്ണം പഠിക്കുമ്പോൾ നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് വേറൊരെണ്ണമായിട്ട് പറഞ്ഞാലേ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യാൻ യു ഹെൽപ്പ് മീ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ, വിൽ യു ഹെൽപ്പ് മീ നിങ്ങൾ എന്നെ സഹായിക്കുമോ, മേ യു ഹെൽപ്പ് മീ ആണെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കാമോ എന്നാകും. അതാണ് ഇതിന്റെ അർത്ഥവ്യത്യാസം വരുന്നത്. ഇങ്ങനെ ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ക്യാൻ യു, വിൽ യു, ഇങ്ങനെ ഓരോന്നും. ഈ ഹെൽപ്പ് എന്നുള്ളത് നമ്മൾ ഈ ഒരൊറ്റ സെന്റൻസ് പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? നമ്മൾ ഇതിന്റെ വെർബ് മാറ്റി മാറ്റി ചോദിക്കുക. യു എന്നുള്ളടത്ത് ക്യാൻ ദേ ആക്കാം. ക്യാൻ ദേ ഹെൽപ്പ് ഹിം, അവർക്ക് അവനെ സഹായിക്കാൻ, അവർ അവനെ സഹായിക്കുമോ എന്നായിക്കോളൂ. അതുപോലെ ഈ വെർബ് അങ്ങ് മാറ്റിയേക്കണം. ഈ വെർബ് മാറ്റി വെച്ച് ഇതാക്കി ഈ സബ്ജക്റ്റും വെർബും മാറ്റി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കണോ അതെല്ലാം നമുക്ക് ചോദിക്കാൻ സാധിക്കും അല്ലേ? അങ്ങനെ ഓക്കെ. ഇത് ഈ പറഞ്ഞെടുത്തോളം അതുപോലെ പറഞ്ഞു നോക്കുക. അതുപോലെ നമ്മൾ പറയുക, നിങ്ങൾ കയറി വരുമ്പോ ഞാൻ കിടന്നുറങ്ങുകയാണ്, ഞാൻ കിടന്നുറങ്ങിയാണ്, നിങ്ങൾ കയറി വരുമ്പോൾ എന്നെ ശല്യപ്പെടുത്തരുത്, അല്ല എന്നെ ഉണർത്തരുത് എന്നൊന്ന് പറയണം. അതെങ്ങനെ നമ്മൾ പറയും? നമ്മൾ അരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഓരോന്നോർത്തുകൊണ്ട് വേണം പറയാന്. ഡോൺ എന്ന് പറഞ്ഞാല് ഡോൺ ഉണർത്തുക എന്നുള്ളത്. ഡോൺ വേക്ക് മീ അപ്പ്, എന്നെ ഉണർത്തരുത്, ഞാൻ ഉറങ്ങി കിടക്കുകയാണ്, എന്നെ ഉണർത്തരുത്. എപ്പം? വെൻ യു കം. അല്ലെ ഇത് തന്നെ വേറെ ആക്കാം. യു കം എന്നുള്ളത് ദേ കം എന്നാക്കാം, അല്ല ഹീ കം എന്നാക്കാം. ഡോൺ വേക്ക് മീ അപ്പ്, എന്നെ ഉണർത്തരുത്, അവൻ വരുമ്പോഴോ അവള് വരുമ്പോഴോ അവര് വരുമ്പോഴോ അല്ല നിങ്ങൾ വരുമ്പോഴോ എന്ത് വേണേ ആക്കാം. അതാണ് നമുക്ക് പറയേണ്ടത്. ആരോടാണോ പറയേണ്ടത്, എങ്ങനെയാണോ പറയേണ്ടത് എന്നനുസരിച്ച് നമ്മൾ പറയുക. പറയേണ്ടത് എന്തായിരിക്കണം? ഇതാണ് പറയേണ്ടത്. നിങ്ങൾ വരുമ്പോൾ എന്നെ ഉണർത്തരുത്. എന്ന് പറഞ്ഞാല് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ഉണർത്തുന്നതിനാണ് വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണരുക എന്നല്ലേ. നേരം ഉണർത്തുക എന്ന് പറഞ്ഞാൽ വേക്ക് മീ അപ്പ്. ഡോണ്ട് വേക്ക് മീ അപ്പ് വെൻ യു കം. നിങ്ങൾ വരുമ്പോൾ എന്നെ ഉണർത്തരുത്. ഡോണ്ട് വേക്ക് മീ അപ്പ് വെൻ യു കം ഇൻ ആണെങ്കിലോ നിങ്ങൾ ഇവിടെ വരിക. ഡോണ്ട് വേക്ക് മീ അപ്പ് വെൻ യു കം ഇൻ ആണെങ്കിൽ നിങ്ങൾ അകത്ത് വരുമ്പോൾ എന്നാകും. ഇത് ഇങ്ങനെ നിങ്ങൾ അകത്ത് വരുമ്പോൾ എന്നെ ഉണർത്തരുത്. അന്നേരം എങ്ങനെയാണ്? നിങ്ങൾ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ പുറത്താണ്, ഞാൻ അകത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ല കിടക്കുകയാണ്, എന്നെ നിങ്ങൾ അകത്ത് വരുമ്പോൾ എന്നെ ഉണർത്തരുത്. ഈ ഇന്നില്ലെങ്കിൽ വെൻ യു ഡോണ്ട് വേക്ക് മീ അപ്പ് വെൻ യു കം, നിങ്ങൾ വരുമ്പോൾ എന്നെ ഉണർത്തരുത്. ഇത് ഈ വാക്കുകൾ ഓരോന്ന് ചെറിയൊരു വാക്ക് ചേർത്താലും ഇതിന് നമുക്ക് വേറെ പല രീതിയിൽ ഇതിന് അർത്ഥം പറയാം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ യു മാറ്റി ആരാണോ അകത്തേക്ക് വരാൻ നിങ്ങൾക്ക് ഉള്ളത്, ഹി ആകാം, ഷീ ആകാം, ദേ ആകാം, അങ്ങനെ ആര് വേണേ, മദറോ ഫാദറോ. അല്ലെ ഡോണ്ട് വേക്ക് മീ അപ്പ് വെൻ അവർ ഫാദർ കം ഇൻ, നമ്മുടെ അച്ഛൻ അകത്തോട്ട് വരുമ്പോ എന്നെ ഉണർത്തരുതെന്ന് പറയാം. അങ്ങനെ പറയാം. ഓക്കെ, ഇതുപോലെ ഓരോന്നും പറഞ്ഞു നോക്കുക. അതുപോലെ ഒന്നാണ് ഇറ്റ് ഈസ് ബെറ്റർ ടു എന്ന് പറഞ്ഞാൽ അതാണ് നല്ലത് എന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതാണ് നല്ലത്. ഇത് കൂടുതൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുവാനുള്ള സമയം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ട് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ബെറ്റർ ടു ടെൽ ഹിം ദ ട്രൂത്ത് എന്ന് പറഞ്ഞാലോ, അവനോട് സത്യം പറയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാലോ, അവനോട് ഇനി ഒളിച്ചു വെക്കണ്ട എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ബെറ്റർ ടു ടെൽ ഹിം ദ ട്രൂത്ത്. അതുപോലെ നമ്മൾ ഈ ഇറ്റ് ഈസ് ബെറ്റർ ടു കഴിഞ്ഞ വെച്ച് നമുക്ക് ഈ വെർബ് മാറ്റി എന്നെ വേണേ പറയാം. നമുക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് നമ്മൾ ആഡ് ചെയ്ത് പറയുക. ഇത് തന്നെ ബൈഹാർട്ടാക്കി നമ്മൾ പഠിക്കുവാന്
അതുപോലെ പറയുവാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. പകരം ഇതിന് പകരം അതുപോലെ കുറെ നമ്മൾ ക്ലാസ് എടുത്ത് കഴിയുന്ന ഉടനെ ഇത് അതേ രീതിയിൽ പറഞ്ഞു നോക്കി ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കമന്റ് ആയിട്ട് അയച്ചു തരുന്നവരുണ്ട് കേട്ടോ. അവർക്ക് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. കാരണം തെറ്റിപ്പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് അവര് പറഞ്ഞു നോക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് വളരെയധികം അഭിനന്ദനാർഹമാണെന്നത് ഞാൻ ഈ സമയത്ത് കൂടുതൽ സന്തോഷത്തോടെ എടുത്തു പറയുകയാണ്. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ഇറ്റ് ഈസ് ബെറ്റർ ടു കഴിഞ്ഞേച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ചേർത്ത് പറയുക. അതുപോലെ ഇറ്റ് ഇസ് ബെറ്റർ ടു ഗോ ഹോം ഏർലി ടുഡേ. ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഹോം ഏർലി ടുഡേ. ഇന്ന് നേരത്തെ വീട്ടിൽ പോകുന്നതാണ് നല്ലത്. ഇന്ന് നേരത്തെ വീട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന് പറയണം. അത് ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഹോം ഏർലി ടുഡേ. ഇറ്റ്സ് ബെറ്റർ ടു കഴിഞ്ഞ് നമുക്ക് വേറെ എന്ത് വേണമെങ്കിൽ ഇന്ന് നമുക്ക് പറയാം ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റോപ്പ് അവർ ക്ലാസ് ടുഡേ. ഇന്ന് നമ്മുടെ ക്ലാസ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റോപ്പ് അവർ കൺക്ലൂഡ്. ഇറ്റ്സ് ബെറ്റർ ടു കൺക്ലൂഡ് അവർ ക്ലാസ് നൗ. ഇപ്പോൾ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം സമയം ഒത്തിരിയായി. പലർക്കും ഈ സമയപരിമിതി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറയുകയാണ് ഇറ്റ്സ് ബെറ്റർ ടു. അത് ചേർത്ത് നമ്മൾ പല കാര്യങ്ങളും ഇറ്റ്സ് ബെറ്റർ ടു കൺക്ലൂഡ് അവർ ക്ലാസ് today because we have no time to watch more than this. ഇതിൽ കൂടുതൽ വാച്ച് ചെയ്യാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഇത് ഇപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ നിർത്തുന്നതാണ് നല്ലത്. ഇറ്റ്സ് ബെറ്റർ ടു കൺക്ലൂഡ് അവർ ക്ലാസ് today. Okay, it's better to conclude our class today. So let's conclude our class. Okay. ഓക്കെ, ഇത്രയും പറഞ്ഞ ഇതിൽ നിന്ന് എല്ലാവർക്കും കുറേ എല്ലാം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇത് നമ്മൾ പറയുന്ന രീതിയിൽ ഒന്ന് പറയുവാൻ ശ്രമിച്ചു നോക്കുക. സാധിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക. അത് പറഞ്ഞു നോക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് ടു സ്റ്റാർട്ട് യുവർ English talking. That means what you are talking now in Malayalam, try to translate it into English. Okay, wish you all the best. Goodbye till we meet again in the next class.